വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു കോട്ടേജിന്റെ കുറച്ച് നല്ല നല്ല സീൻസ്, നല്ല റൂമുകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് അതിൻ്റെ അടുത്തെടുക്കുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ വരും പോയിക്കളെ. നമ്മളൊരു കൂട്ടുകാരനുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ എന്താണ് ഇങ്ങനെ റൂമിൻ്റെ എല്ലാം? നമ്മളോട് ബേസിക്കലി 3,500 വാടക വരുന്നത്. അതിൽ തന്നെ നമ്മുടെ ക്യാമ്പ് ഫയർ, സ്വിമ്മിംഗ് പൂള്, പിന്നെ അൽഫാം ഫെസിലിറ്റീസ്, ഫുഡ് അക്കോമഡേഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. പിന്നെ DJ മ്യൂസിക്, എന്തെല്ലാം ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഫെസിലിറ്റീസിന് ഇപ്പോൾ ആൾക്കാർക്ക് അത്രയും വേണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ സ്വിമ്മിംഗ് പൂൾ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കും. 3,500 നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കും. ഇതെല്ലാം ഇപ്പോൾ 3,500 ഇപ്പൊ എല്ലാം കൊടുക്കുന്നത് 3,500. ഇപ്പൊ നമ്മൾ ഓരോരുത്തർക്ക് ചിലപ്പോ DJ വേണ്ടി വരില്ല, അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ വേണ്ടി വരില്ല. അപ്പൊ നമ്മള് റേറ്റ് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കും. ഫുഡ് വേറെ ഈ 3,500 പുറമെ ഫുഡ് 3,500 നമ്മൾ അക്കോമഡേഷൻ മാത്രമാണ്. പിന്നെ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗസ്റ്റിന് സ്വയം കുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കും. എൻ്റെ പേര് ഷണ്ണ. ബാക്കിയുള്ള സ്ഥലം നോക്കാമല്ലോ നമുക്ക്. ഇതിന് ഒരാൾക്ക് പെർ ഹെഡ് 300 രൂപ. മാക്സിമം ഒരു ടെന്റിൽ 4 പേർക്ക് വരെ സ്റ്റേ ചെയ്യും. 3 പേര്. പിന്നെ നല്ല സൗകര്യം ഉണ്ടല്ലേ? കപ്പിൾസിനൊക്കെ വരാം അല്ലേ? കപ്പിൾസിന് കൊടുക്കാം. നല്ല സീനറി ആണല്ലേ? ഇവിടെ പിന്നെ ഫുൾ ഫ്രീഡം ആണ്. നമ്മളെ ഈ ലോഡ്ജ് കാര്യങ്ങൾ പോലെ ഒന്നല്ല. അവർക്ക് വൈഡ് ഏരിയ കിട്ടും. പിന്നെ കളിക്കാൻ ബാഡ്മിൻ്റൺ ഉണ്ട്, ക്യാരംസ്, ഷട്ടില്, ചെസ്, ഫുട്ബോള്, എല്ലാ സൗകര്യം ഉണ്ടല്ലോ. സൗകര്യം. പിന്നെ നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ട് പുറകിൽ തന്നെ നദി, നല്ല അടി കാവേരി റിവറാണ്. അവിടെ
പോകേണ്ടവർക്ക് അവിടെ നിന്ന് കുളിക്കാം. ഇതിലൊന്നും അങ്ങനെ തലൊന്നും വെച്ചു കൊടുത്തിട്ടില്ല അല്ലേ? ബാക്ക് സീനൊക്കെ എന്ത് ഡ്രസ്സൊക്കെ കാണാൻ സൂപ്പർ ഉണ്ടല്ലോ സീൻസ് എല്ലാം ഇങ്ങനെയാണ്. ഇത് സ്വിമ്മിങ് പൂളാണ് കേട്ടോ. ഓക്കെ, അതായത് നല്ല താർപ്പായി പ്ലാസ്റ്റിക്, ഒറിജിനൽ പ്ലാസ്റ്റിക്കിൽ സെറ്റപ്പ് ആക്കിയിട്ടുള്ള സ്വിമ്മിങ് പൂള്. ഇതൊരു പുതിയ സ്വിമ്മിങ് പൂളാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഇറങ്ങുന്ന കോണിപ്പടി നമുക്ക് കയറി വെക്കാം. ഓക്കെ, വലിയ സ്വിമ്മിങ് പൂളാണ്. അത്യാവശ്യം ഒരു 10-20 ആൾക്കൊക്കെ കുളിക്കാൻ പറ്റും. നല്ല സീനറി നല്ല ഉണ്ട്. ഇതിൻ്റെ അപ്പുറം ഉണ്ടല്ലേ പുഴയാണ്, ഞാൻ കാണിച്ചു കാവേരി പുഴ. അതാ ചെറുങ്ങനെ വെള്ളം കാണുന്നുണ്ട് അവിടെ. ഓക്കെ, വാവ്, ഫുള്ള് വെള്ളം, പച്ചക്കളർ വെള്ളം കണ്ട. ഇത് വെള്ളമാണ് കാണുന്നത്, ഈ കാണുന്നത് വെള്ളം കേട്ടോ. ക്യാരം ബോർഡ് സെറ്റപ്പെല്ലാം ഉണ്ട് കേട്ടാടാ. ഫുൾ താറുമാറിട്ടാണ്. ഒരു കോണിലേക്ക് ഒരു കോയിനിട്ടേക്കാം. വാവ്, അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തടുക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ. കോട്ടേജ് ഉള്ളത് കുശാൽ നഗർ ടു സിദ്ധാപുരം റോഡിലാണ്. സിദ്ധാപുരത്ത് നിന്ന് വരുമ്പോൾ ഗുഡസൂർ, അതായത് കുശാൽ നഗരം റോഡ് എത്താനാകുമ്പോൾ ഗുഡസൂർ, കുശാൽ നഗരത്തിന്റെ മെയിൻ ഹൈവേ എത്തുന്നതിന് മുമ്പ് ഗുഡസൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ട് മുമ്പ് ഒരു 5 കിലോമീറ്റർ മുമ്പെയാണ് ഈ സ്ഥലം ഉള്ളത്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്ക് സൈഡ് കാവേരി പുഴ, ഫ്രണ്ട് പിന്നെ ഇപ്പുറ സൈഡ് കണ്ടം, നല്ല നല്ല കാറ്റ്, നല്ല സൗകര്യമുള്ള സ്ഥലം. ഒച്ചപ്പാട്, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പിന്നെ ഇത് റൈഡ്, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയാണ്. അപ്പോൾ നോക്കിയിട്ട് ആരെങ്കിലൊക്കെ ടൂറൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഏരിയയ്ക്ക് വരിക. ഇതെല്ലാം നമ്മളെ കൊടകിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം. പിന്നെന്താണ് പറയാൻ വന്നത്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് എല്ലാവരും എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടാൽ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ഞാൻ ഇവിടുത്തെ എല്ലാ വീഡിയോ നിങ്ങളെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, നല്ല ബൈ.